സ്ക്രീൻ കാണുന്നുണ്ടെങ്കില് പറയണം ട്ടോ. സ്ക്രീൻ വിസിബിൾ ആണോ? കാണുന്നുണ്ട്. ആ, ഓക്കെ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ഡ്രാഫ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ എങ്ങനെയാ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്ന എന്തൊക്കെ ഡ്രോയിങ്സ് ആണ് നമ്മളൊരു ഡ്രാഫ്റ്റിംഗ് ഫയലിൽ വരുന്നതെന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ CAD യൂട്ടിലിറ്റീസിനെ പറ്റി അല്ല, ലാസ്റ്റ് ക്ലാസ്സിൽ CAD യൂട്ടിലിറ്റീസിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനും ഡീറ്റെയിലിങ്ങും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് CAD യൂട്ടിലിറ്റീസ് നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ശരിക്കും ഒരു ഓർഡർ നമ്മൾ എസ്റ്റിമാക്സ് അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ പോകുന്ന ഡ്രോയിങ്ങിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഇതിപ്പോൾ ഒരു സിമ്പിൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഡ്രോയിങ് ആണ്. ഗ്രൗണ്ട് ഫ്ലോർ, പിന്നെ പ്ലിന്ത് ബീമിൻ്റെ ഒരു ഡ്രോയിങ് ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബീം ഡീറ്റെയിൽസ്, ഹെഡ് റൂം ഡീറ്റെയിൽസും ഹെഡ് റൂമിൻ്റെ ബീം ഡീറ്റെയിൽസും. ഓക്കെ. സോ CAD യൂട്ടിലിറ്റീസ് ലാസ്റ്റ് ക്ലാസ്സിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈൻ, ഔട്ടർ പ്ലാസ്റ്ററിംഗ് ലൈൻ, പിന്നെ ടോയ്ലറ്റ് ഡാഡോ, വാഷ് ഡാഡോ, കിച്ചണിലുള്ള യൂട്ടിലിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. അപ്പം ഇത് ജസ്റ്റ് ഞാൻ ഈ ഡ്രോയിങ്ങിൻ്റെ വാൾ ലെയർ താഴോട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വെച്ചതാണ്. അപ്പം ഇതാണ് നമ്മുടെ വാൾ ലെയർ. ഇതിൽ നമുക്ക് വിൻഡോസ് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. വിൻഡോസും ഡോസും ജോയിനറീസ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. ജോയിനറീസ് ഒന്നും വരയ്ക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷെ ടെക്സ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യണം. സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ആയിരിക്കണം ജോയിനറീസിന്റെ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈന് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈന് വന്നേക്കുന്നത്. ഓക്കെ. അതായത് നമ്മുടെ വാൾ എവിടെയെല്ലാം ഇന്നർ വാൾ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ യൂഷ്വലി പ്ലാസ്റ്ററിങ് കൊടുക്കാറില്ല. അത് തന്നെയാണ് ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോസ് ഇല്ലാത്ത പോർഷൻ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഹാളിൽ നിന്ന് കിച്ചണിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഡോറോ അല്ലെങ്കിൽ അങ്ങനത്തെ ജസ്റ്റ് ഡോസ് ആയിട്ട് അവൈലബിൾ ഇല്ല, ജസ്റ്റ് ഓപ്പൺ ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്, നമുക്കൊരു ഓപ്പൺ ആണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ വാളിൽ എന്താ ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവില്ല, ബിക്കോസ് ഇവിടെ വാൾ ഇല്ലാത്തതുകൊണ്ട് അത് ജസ്റ്റ് ക്രോസ് ചെയ്യാണ്ടായിരിക്കും പോകുന്നത്. അതേസമയം ഡോറുള്ള സ്പേസിലാണെങ്കിൽ നമുക്ക് ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈൻ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ബാത്റൂമിലെ ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈൻ കാണിക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ടോയ്ലറ്റ് ഡോർ ഉണ്ടെങ്കിലും നമുക്ക് അകത്ത് ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈൻ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആയിട്ട് കൊടുക്കേണ്ടി വരും. കാരണം ഡോറിന്റെ പോർഷൻ വന്നു കഴിഞ്ഞാലും അതിന്റെ മുകളിൽ ഉള്ള ആ ഒരു വാൾ പോർഷനിൽ നമ്മൾ പ്ലാസ്റ്ററിംഗ് കൊടുക്കണമല്ലോ. അപ്പം അതിനെ ഇതാക്കാനായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. സോ അതാണ് ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം അത് വരയ്ക്കാനായിട്ട് നമുക്ക് നമ്മുടെ ടെംപ്ലേറ്റ് ഡ്രോയിങ്ങിൽ തന്നെ ലെയേഴ്സ് എല്ലാം ക്രിയേറ്റഡ് ആയിരിക്കും. അപ്പം നിങ്ങൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നില്ല, നമുക്ക് തരുന്ന ടെംപ്ലേറ്റ് ഡ്രോയിങ്ങിൽ ലെയേഴ്സ് എല്ലാം ഉണ്ടാവും. ജസ്റ്റ് ആ ലെയർ ഓൺ ചെയ്ത് വരയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈൻ എടുക്കുന്നു. എപ്പോഴും CAD യൂട്ടിലിറ്റീസ് പറഞ്ഞിട്ടുള്ള നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ പോളി ലൈൻ ആയിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുക. CAD യൂട്ടിലിറ്റീസ് ഒക്കെ പോളി ലൈൻ ആയിരിക്കും. പിന്നെ ബീംസ്, നമ്മളിവിടെ പറഞ്ഞ ഈ ബീംസ്, പ്ലിന്ത് ബീം അല്ലെങ്കിൽ ബീം ഡീറ്റെയിൽസും ലൈൻ ആയിരിക്കും. വാൾ ലെയർ നമ്മൾ ലൈനിലാണ് വരയ്ക്കുന്നത്. ബാക്കി നമ്മുടെ CAD യൂട്ടിലിറ്റീസ് ഒക്കെ പോളി ലൈൻ ആയിരിക്കും. അപ്പം ഞാൻ ഇന്നർ പ്ലാസ്റ്ററിംഗ് ലെയർ ഓൺ ചെയ്തു, പോളി ലൈൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ഞാൻ വരയ്ക്കുകയാണ്. അപ്പം ഇവിടെ ഞാനിങ്ങനെ ഓക്കെ. അപ്പം ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓർത്തോ മോഡ് എപ്പോഴും ഓൺ ആയിരിക്കണം കേട്ടോ വരയ്ക്കുമ്പോൾ, എങ്കിലേ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുള്ളൂ. കാണുന്നുണ്ടല്ലോ അല്ലേ? ലാഗ് ഇല്ലല്ലോ? ഓക്കെ. നമ്മളിങ്ങനെ ജസ്റ്റ് വരച്ചു ഇല്ലില്ല. കൊടുക്കുക. ആ, ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല, കാരണം ഇവിടെ എന്തില്ല, വാൾ ഇല്ല. സോ നമ്മൾ ഇവിടെ നിന്ന് ഇവിടം വരെ കൊടുത്തു, പിന്നെ ഈ വാൾ പ്ലാസ്റ്റർ ചെയ്തു, ദെൻ നമ്മൾ ഇങ്ങോട്ട് പോയി. അപ്പം ആ രീതിയിൽ കാണിക്കുക. ദെൻ ഈ വാൾ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാൾസ് എങ്ങനെയാണ് പ്ലാസ്റ്ററിങ് പോയിരിക്കണമെന്ന് നോക്കിയാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും.
ദെൻ ഇവിടം വരെ എത്തി. പിന്നെ നമ്മൾ മുകളിലോട്ട് ഇങ്ങോട്ട് വരില്ല. കാരണം അവിടെ വാളില്ല. സോ ഇങ്ങോട്ടാ വാൾ ഉള്ളത്. അപ്പോൾ വാളിന്റെ പുറത്തുകൂടി ഈ ഒരു പ്ലാസ്റ്ററിംഗ് ലൈൻ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇവിടം വരെ ആകുമ്പോഴത്തേക്കും ഓക്കെ കംപ്ലീറ്റ് ആയി. അപ്പം ഇങ്ങനെയാണ് ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈൻ കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പം ഈ ഒരു ടോയ്ലറ്റ് റൂമിനകത്ത് നിന്ന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പോളി ലൈൻ എടുക്കുന്നു. ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഓർത്തോ ഓൺ ചെയ്തിട്ട് വേണമെങ്കിൽ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വരച്ചു കൊടുത്താലും മതി. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈൻ ഇതുപോലെ എല്ലായിടത്തും വരയ്ക്കുക. ഇപ്പം ഈ കേസിലാവുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എന്താ സ്റ്റെപ്പാണ്. ഓക്കെ, ഇവിടെ വാളില്ല. ഇവിടെ തൊട്ടാണ് നമുക്ക് വാള് തുടങ്ങുന്നത്. അപ്പം ഈ ഒരു പോർഷനിൽ നമുക്ക് ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈൻ വരില്ല. ഞാൻ ഇവിടത്തെ കാണിച്ചു തരാം. കണ്ടോ? ഈ സ്റ്റെപ്പിന്റെ പോർഷൻ വരുമ്പം ഈ ഒരു 3 സൈഡ് മാത്രമേ വാൾ ഉള്ളൂ. ഇവിടെ നമ്മൾ എൻട്രൻസ് കയറുന്ന പോർഷൻ ആയതുകൊണ്ട് വാൾ ഇല്ല. അപ്പൊ അവിടെ നമ്മൾ ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. വാൾ ഉള്ളിടത്ത് മാത്രം കൊടുക്കുക. അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് അപ്പൊ ഇന്നർ പ്ലാസ്റ്ററിംഗ് ആയി. നെക്സ്റ്റ് നമുക്ക് ബാത്റൂംസിൽ നമുക്ക് വരുന്നതാണ് ആന്റി സ്കിഡ്. ആന്റി സ്കിഡ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് റഫ് സർഫസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ ഒരു സ്കിഡിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റി സ്കിഡ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാത്റൂമിൽ ആന്റി സ്കിഡ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. അത് നമ്മൾ എന്താ ആന്റി സ്കിഡിന്റെ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആന്റി സ്കിഡിന്റെ ഒരു ലെയർ എടുക്കുക. ബൈലെയറും സെയിം ആണോ എന്ന് കൺഫേം ചെയ്യാം കേട്ടോ. എന്നിട്ട് പോളി ലൈൻ എടുക്കുക. നമുക്ക് ആന്റി സ്കിഡ് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ പ്യുവർ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് റെക്റ്റാങ്കിൾ പോളി ലൈൻ എടുത്തിട്ട് തന്നെ അങ്ങ് വരയ്ക്കുവാണ്. ഓക്കെ. അപ്പം ആന്റി സ്കിഡ് കൊടുത്തു. ആന്റി സ്കിഡ് നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് കൊടുക്കും. പിന്നെ നമുക്ക് ബാത്റൂമിൽ വരുന്ന ടോയ്ലറ്റിൽ വരുന്നതെന്ന് വെച്ചാൽ ഡാഡോ ആണ്. ഡാഡോ എന്ന് പറയുമ്പോൾ നമ്മൾ വോൾ ടൈൽ കൊടുക്കില്ലേ, അതാണ് ഡാഡോ. അപ്പം ടോയ്ലറ്റ് ഡാഡോ എന്ന് പറയും. ടോയ്ലറ്റ് ഡാഡോ ഉണ്ട്, വാഷ് ഡാഡോ ഉണ്ട്. വാഷ് ഏരിയയിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് വാഷ് ഡാഡോ ആണ്. ടോയ്ലറ്റ് ഡാഡോ ബാത്റൂമിൽ ടോയ്ലറ്റ് ഡാഡോ. ഓക്കെ. ടോയ്ലറ്റ് ഡാഡോ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഡോർ പോർഷൻ കണ്ടോ, ഈ ഒരു ഡോർ പോർഷന് നമ്മൾ അത് കൊടുക്കാറില്ല. കാരണം വാളിൽ വരുന്ന ടൈൽസ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ആ ഡോറ് വരുന്ന അത്രയും ഭാഗത്ത് നമുക്ക് ആ ടൈൽസ് വരുന്നില്ലല്ലോ. അപ്പൊ ടോയ്ലറ്റ് ഡാഡോ കൊടുക്കുമ്പോൾ ഡോറിന്റെ ഒരു പോർഷനിൽ കൊടുക്കാണ്ട് ബാക്കിയുള്ള വാൾസിലെല്ലാം ആയിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പം ഞാൻ ടോയ്ലറ്റ് ഡാഡോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഡോറിന്റെ അവിടെ കൊടുക്കാണ്ടിരിക്കുക. ഇങ്ങനെ കൊടുക്കുക. ഇതുപോലെ എല്ലാ ടോയ്ലറ്റിലും കൊടുക്കുക. പിന്നെ ജോയിനറീസ് അറിയാലോ, ടോയ്ലറ്റിലെ ഡോറിന് നമ്മൾ ടോയ്ലറ്റ് ഡോർ എന്നായിരിക്കും പറയുന്നത്. അവിടെ ആയിരിക്കും വെന്റിലേറ്റർ ഒക്കെ ഉള്ളത്. പിന്നെ കിച്ചൺ വിൻഡോസിന് നമ്മൾ കിച്ചണിൽ വരുന്ന വിൻഡോസിന് നമ്മൾ കിച്ചൺ വിൻഡോ എന്ന് തന്നെ ആയിരിക്കും പറയാം. ഇനി അടുത്ത യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കിച്ചണിലാണ്. കിച്ചണിൽ നമുക്കറിയാലോ, നമ്മൾ ഗ്രാനൈറ്റ് സ്ലാബ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കിച്ചൺ ഫിനിഷ് എന്ന് പറയുന്നത്. കിച്ചൺ കൗണ്ടർ ടോപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് കിച്ചൺ ഫിനിഷ്. അപ്പം അത് നമ്മൾ കൊടുക്കുക. കാരണം ഇതൊന്നും നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ അല്ലാണ്ട് ക്വാണ്ടിറ്റി എടുക്കാൻ ഇതായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ ലെയർ ചെയ്ത് വരച്ചിട്ട് എസ്റ്റിമാക്സിൽ ചെന്നിട്ട് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാൻ കുറെ കൂടി ഈസി ആയിരിക്കും. അത് കിച്ചൺ ഫിനിഷ് വരയ്ക്കുക. ഒരു 50 സെന്റിമീറ്റർ പ്രൊജക്ഷൻ ഒക്കെയാണ് അപ്രോക്സിമേറ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ രീതിക്ക് നമ്മൾ കിച്ചൺ ഫിനിഷ് ലെയർ കൊടുത്തിട്ട് വരയ്ക്കുക. അത് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഈ ഒരു വാൾ ഉണ്ടെങ്കിൽ ആ വാളിന്റെ സൈഡ്സിലൊക്കെ അങ്ങനെ വരയ്ക്കുക. എത്രയാ കിച്ചന്റെ സൈസ്, ഇതിപ്പോ കുഞ്ഞു കിച്ചൺ ആയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇപ്പൊ വലിയ കിച്ചൺ ആണെങ്കിൽ എത്രയാ പോർഷൻ അതിന് വേണ്ടിയിട്ട് ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെ വരയ്ക്കുക. പിന്നെ ഇതിൽ വരുന്നത് നമുക്ക് കിച്ചൺ ഡാഡോ വരും. നമ്മൾ ടോയ്ലറ്റ് ഡാഡോ പറയുന്ന പോലെ കിച്ചൺ ഡാഡോ. കിച്ചൺ ഡാഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചന്റെ ആ ഒരു വാളിൽ നമ്മൾ ചെറിയൊരു ഹൈറ്റിൽ നമ്മൾ ടൈൽസ് വെക്കില്ലേ, നമ്മളിപ്പം ഇപ്പൊ കറിയുടെയും അങ്ങനത്തെ സ്റ്റെയിൻ ഒക്കെ വീഴുമ്പോഴത്തേക്കും അത് നമുക്ക് റിമൂവ് ചെയ്യാനും ക്ലീൻ ചെയ്യാൻ ഈസി ആയിട്ട് നമ്മൾ കിച്ചന്റെ വാളിൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെ വരയ്ക്കുന്നതാണ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കിച്ചൺ ഡാഡോ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് എസ്റ്റിമാക്സിൽ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിച്ചൺ ഡാഡോ ലെയർ വരയ്ക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാവേ.
കിച്ചൺ ഫിനിഷ് ഞാൻ ആദ്യം വരയ്ക്കാം. ഞാനിപ്പോൾ ഒരു 50 സെന്റിമീറ്റർ സംതിങ് പ്രൊജക്ഷൻ കൊടുക്കുക. എന്നിട്ട് വരയ്ക്കുക. വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരച്ച് വിട്ടുപോകരുത്. ഇത് ക്ലോസ്ഡ് ആക്കി എടുക്കണം. ഈ വാളിലും കൂടി ഇങ്ങനെ വരുന്ന രീതിയിൽ എടുക്കാം. അതിനുശേഷം പിന്നെ കിച്ചൺ ഡാഡോ വരയ്ക്കണം. ക്ലിയർ ആവുന്നില്ല, മനസ്സിലാവുന്നില്ലാണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡൗട്ട് ചോദിച്ചോ കേട്ടോ. പോളിലൈൻ ആയിരിക്കണം എല്ലാം. അപ്പൊ ഈ ഒരു വാളിലും ഞാൻ ഡാഡോ കൊടുക്കുന്നുണ്ട്. ഈ വാളിൽ ഡാഡോ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വാളിലും ഡാഡോ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് കിച്ചൺ ഡാഡോ, കിച്ചൺ ഫിനിഷ്. പിന്നെ ടോയ്ലറ്റിൽ ആന്റി സ്കിഡും ടോയ്ലറ്റ് ഡാഡോയും ഒക്കെ വരച്ചു. പിന്നെ ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈൻ കൊടുത്തു. പിന്നെ നമുക്ക് ഇന്നർ പോർഷനിൽ വരുന്നത് നമുക്ക് സ്ലാബ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ ഈ സ്റ്റെയർ വരുന്നിടത്ത് നമുക്ക് എന്താ പറയാ, ആ അത്രയും സ്റ്റെയർ വരുന്ന പോർഷനിൽ നമുക്ക് അറിയാലോ, സ്ലാബ് ഇല്ല. ആ ഒരു പോർഷൻ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആ സ്റ്റെയറിന്റെ പോർഷൻ നോക്കുമ്പോൾ അറിയായിരിക്കും. നമുക്ക് അടുത്ത ഫ്ലോറിലോട്ട് 2 ഫ്ലോർസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലോർ, ബാക്കിയുള്ളതിന്റെ റൂഫ് ലെവലിൽ നമുക്ക് അവിടെ സ്ലാബ് വരുന്നില്ല. സോ അവിടെ നമുക്ക് സ്ലാബ് ഡിഡക്ട് ചെയ്യണം അല്ലെ. ആ ഒരു പോർഷൻ നമ്മളിപ്പോൾ ടോട്ടൽ എസ്റ്റിമാക്സിൽ ചെന്നിട്ട് നമ്മൾ ഈ ടോട്ടൽ സ്ലാബ് ഏരിയ എടുത്ത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഒരു ടോട്ടൽ റൂഫ് സ്ലാബിന്റെ ഏരിയ ആയിരിക്കും കിട്ടുക. പക്ഷെ ശരിക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈക്ക് സ്റ്റെയറിന്റെ റൂഫ് സ്ലാബും കൂടി ഡിഡക്ട് ചെയ്താൽ, സ്ലാബ് ഏരിയയും കൂടി ഡിഡക്ട് ചെയ്താലേ ശരിക്കുള്ള സ്ലാബിന്റെ ഏരിയ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീടിന് നമ്മൾ ഔട്ടറിൽ സ്ലാബ് വരയ്ക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു സ്റ്റെയർ പോർഷൻ എവിടെ വരുന്നോ അവിടെയും കൂടി നമ്മൾ സ്ലാബ് വരച്ചിടണം. 0 ലെയറിലാണ് വരയ്ക്കുന്നത്. നമുക്ക് ഇവിടെ 0 ലെയർ എന്ന് ഒരു ലെയർ ഉണ്ട്. അത് ഓൺ ചെയ്ത് ഇപ്പൊ ചെയ്ത പോലെ തന്നെ ഓൺ ചെയ്യുക. പോളിലൈൻ എടുക്കുക. നമുക്ക് ഔട്ടർ സർഫസിൽ കൂടെ ഈ സ്റ്റെയറിന്റെ ഔട്ടറിൽ കൂടെ ഇത് ഇങ്ങനെ കാണുന്ന പോലെ സ്ലാബ് വരയ്ക്കുക. ഇത് എസ്റ്റിമാക്സിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫംഗ്ഷൻ ശരിക്കും ഇതാവുന്നത്. പിന്നെ ഔട്ടറിൽ വരുന്നത് നമ്മുടെ ഔട്ടർ സ്ലാബ്. ഓക്കെ. ഔട്ടർ സ്ലാബ് നമ്മൾ വരയ്ക്കുക. പിന്നെയുള്ള CAD യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ടർ പ്ലാസ്റ്ററിംഗ് ലൈൻ ഉണ്ട്. ഓക്കെ. ഔട്ടർ പ്ലാസ്റ്ററിംഗ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്നർ വാളിൽ നമ്മൾ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഔട്ടർ വാൾസിലും നമ്മൾ പ്ലാസ്റ്ററിംഗ് ചെയ്യുക. അതാണ് ഔട്ടർ പ്ലാസ്റ്ററിംഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഔട്ടർ പ്ലാസ്റ്ററിംഗ് ലൈൻ എടുത്തു. ഓക്കെ. എന്നിട്ട് ഞാൻ പോളിലൈൻ എടുക്കുന്നു, വരയ്ക്കുന്നു. ഔട്ടേഴ്സിൽ കൂടെ ഓർത്ത് ഓൺ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ, അത് എപ്പോഴും ഓർക്കുക. ഓക്കെ. ഇത്രയും പോർഷൻ നമ്മൾ വരച്ചു. ഓക്കെ. നമുക്കറിയാം ഈ ഒരു പോർഷനിൽ നമുക്ക് വാൾ ഇല്ല. അപ്പൊ അവിടെ എന്തായാലും നമുക്ക് വാൾ ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ പറ്റില്ല. വാൾ ഉള്ളിടത്തല്ലേ പറ്റുള്ളൂ. അപ്പൊ അവിടെ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നതാണ് ഔട്ടർ പ്ലാസ്റ്ററിംഗ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലെയർ നമ്മളുണ്ട്. അതെടുത്തിട്ട് വരയ്ക്കുക. നമുക്ക് വേണമെങ്കിൽ നമുക്ക് തോന്നാം ഓക്കെ ഇവിടം വരെ വരച്ച് നിർത്തിയാൽ മതിയല്ലോ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ നമുക്ക് അത് കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആ പ്ലാസ്റ്ററിംഗ് ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് വരച്ചിട്ട് ഒരു പ്ലാസ്റ്ററിംഗ് ഡിഡക്ഷൻ നമുക്ക് ലെയർ ഉണ്ട്, ഔട്ടർ പ്ലാസ്റ്റർ ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അതെടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ പ്ലാസ്റ്ററിംഗ് കൊടുക്കാനില്ലാത്തത് അവിടെ നമ്മൾ ജസ്റ്റ് അത് വരയ്ക്കുക. അപ്പം ഇത്രയും പോർഷനിലുള്ള പ്ലാസ്റ്ററിംഗ് ഓട്ടോമാറ്റിക്കലി നമുക്ക് എസ്റ്റിമാക്സിൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഡിഡക്റ്റ് ആയിക്കോളും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ നോക്കുക. ചിലപ്പോൾ ഇതുപോലെ എൻട്രൻസിന്റെ പോർഷനിൽ നമുക്ക് വാൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലയന്റ് പറയും ഔട്ടർ പ്ലാസ്റ്ററിംഗ് എല്ലാ സൈഡിലും ഞങ്ങൾക്ക് പ്ലാസ്റ്ററിംഗ് ചെയ്യേണ്ട, ഏതെങ്കിലും 1-2 സൈഡ് ചിലപ്പോൾ കോമൺ വാളൊക്കെ ആയിരിക്കും. നമുക്ക് ഈ സിറ്റീസിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, 2 വീടുകൾ തമ്മിൽ കോമൺ വാളൊക്കെ ആയിരിക്കാം. അപ്പൊ ഷെയറിംഗ് ആയിരിക്കും. വാള് അടുത്ത കോമ്പൗണ്ട് ബിൽഡിങ്ങുമായിട്ട് ഷെയറിംഗ് കേസസ് ഒക്കെ വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ക്ലയന്റ് പറയും ലെഫ്റ്റ് സൈഡിൽ പ്ലാസ്റ്ററിംഗ് കൺസിഡർ ചെയ്യേണ്ട, റൈറ്റ് സൈഡിൽ ചെയ്യേണ്ട, ഫ്രണ്ട് ബാക്ക് മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ടോട്ടൽ ആയിട്ട് ഔട്ടർ പ്ലാസ്റ്ററിംഗ് വരച്ചിട്ട് എവിടെയാണോ പ്ലാസ്റ്ററിംഗ് വേണ്ടാത്തത് അവിടെ നമ്മൾ ഈ ഡിഡക്ഷന്റെ ലെയർ വരച്ചു കൊടുക്കുക. ക്ലിയർ ആണല്ലോ. ഇതാണ് ഔട്ടർ പ്ലാസ്റ്ററിംഗ് ലൈനും ഔട്ടർ പ്ലാസ്റ്റർ ഡിഡക്ഷനും. പിന്നെ നമുക്ക് വരുന്നത് പ്ലിന്ത് എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റി ആണ്. പ്ലിന്ത് നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലോറിങ്ങിന്റെ ക്വാണ്ടിറ്റി, അതായത് ഫ്ലോറിങ്ങിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കണമല്ലോ. ആ ഫ്ലോറിംഗ് ക്വാണ്ടിറ്റി കിട്ടാനായിട്ട് നമ്മൾ പ്ലിന്ത് ലെയർ നമ്മൾ വരയ്ക്കണം. ഓക്കെ. ഇപ്പൊ ഇതിലാണെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പ്ലിന്തിന്റെ പോർഷൻ. ഇപ്പൊ ഇവിടെ നമുക്ക് സ്റ്റെപ്പിന്റെ പോർഷനിൽ നമുക്ക് അങ്ങനെ പ്ലിന്ത് വരാറില്ല. കാരണം
നമ്മുടെ എന്താ പറയാ സ്റ്റെപ്പ് നമ്മൾ യൂഷ്വലി എപ്പോഴും ബ്രിക്ക് വെച്ചിട്ടോ അങ്ങനെ ആയിരിക്കുമല്ലോ കൺസിഡർ ചെയ്യുന്നത്. അവിടെ നമ്മൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ PCCയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. കൂടുതലും ബ്രിക്ക് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ നമുക്ക് പ്ലിന്തിന്റെ ഏരിയ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ പ്ലിന്ത് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ സ്റ്റെപ്പിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യാണ്ട് കയറ്റി വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് പ്ലിന്ത് ലെയർ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു തരാം. പോളിലൈൻ ആയിരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഈ സ്റ്റെപ്പ് ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഒന്ന് വരയ്ക്കാവേ, ഈ ഡ്രോയിങ്ങിൽ തന്നെ ഒന്ന് വരയ്ക്കാം. സ്റ്റെപ്പ് വരുന്നിടത്ത് നമ്മൾ പ്ലിന്ത് കൊടുക്കാറില്ല. അത് ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെയായിരിക്കും നമ്മുടെ പ്ലിന്ത് വരുന്നത്. ഇങ്ങനെ പോളിലൈൻ എടുത്തിട്ട് ഓർത്തോ ഓൺ ചെയ്തിട്ട് പെട്ടെന്ന് വരച്ചാൽ മതി. ഓക്കെ, അപ്പൊ പ്ലിന്ത് ആയി, ഔട്ടർ പ്ലാസ്റ്ററിംഗ് ആയി, സ്ലാബ് ആയി. സ്ലാബ് ഓർക്കുക 0 ലെയറിൽ വരയ്ക്കുക. പിന്നെ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ ഡിഡക്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങിൽ ബേസിക്കലി വരുന്ന CAD യൂട്ടിലിറ്റീസ്. ഇന്നർ പോർഷനിലാണെങ്കിൽ ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈൻ, പിന്നെ ടോയ്ലറ്റ് ബാത്റൂംസിലുള്ള CAD യൂട്ടിലിറ്റീസ്, പിന്നെ വാഷ് ഏരിയ. ചിലപ്പോൾ ചില വീടുകളിൽ വാഷ് ഏരിയ കാണും, വാഷ് ബേസിനോ അങ്ങനെയെങ്കിൽ ഈ നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ പോലെയൊക്കെ കാണാം. അപ്പൊ അവിടെ വേണമെങ്കിൽ നമുക്ക് വാഷ് ടാഡോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടുത്തെ വാളിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കുകയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു വാളിൽ മാത്രമായിട്ട് ചിലപ്പോൾ വാഷ് ടാഡോ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. പിന്നെ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് സ്ലാബ് വരാത്ത പോർഷൻ ആണ്. അപ്പം അങ്ങനത്തെ അവിടെ നമ്മൾ ഈ ഒരു പോർഷനിലും നമുക്ക് സ്ലാബ് ഡിഡക്ട് ചെയ്യണം. അപ്പം അവിടെ നമ്മൾ ഒരു സ്ലാബ് ലെയർ ഓൺ ചെയ്തിട്ട് സ്ലാബ് കൊടുക്കുക. അത് നമുക്ക് എസ്റ്റിമാക്സിൽ സ്കാൻ ചെയ്യുമ്പം ഈ ഓപ്പൺ ടു സ്കൈ എന്ന് നമ്മൾ പറയില്ല. അതായത് ഇവിടെ ചിലപ്പോൾ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് സൺലൈറ്റിന് അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ടു സ്കൈ പോലെ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ആ പോർഷനിൽ ഇവിടെ ഈ ഒരു പോർഷനിൽ സ്ലാബ് കാണില്ല. അപ്പൊ ഇങ്ങനത്തെ കേസസ് വരുമ്പോൾ നമുക്ക് അവിടെ എന്താ പറയാ സ്ലാബ് ഡിഡക്ഷൻ, അതായത് ടോട്ടൽ സ്ലാബ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ബിൽഡിംഗ് ഈ ഒരു ഫ്ലോറിന്റെ ഏരിയ മൈനസ് ഈ ഒരു പോർഷൻ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഡിഡക്ഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത് സ്ലാബ് ലെയർ ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരച്ചിടുക സ്ലാബ് ലെയർ. ഓക്കെ, അത് ഓർക്കുക. പിന്നെ കോളംസ് അറിയാലോ, കോളം പോളിലൈനിലായിരിക്കും നമ്മൾ വരയ്ക്കുക. കോളം ലെയർ ഓൺ ചെയ്തിട്ട് നമ്മൾ കോളത്തിന്റെ കോളംസ് എവിടെയൊക്കെയാന്ന് വെച്ചാൽ വരയ്ക്കുക. ചിലപ്പോൾ ക്ലയന്റ് തരുമ്പം കോളം പൊസിഷൻസ് തന്നിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ BC ലേഔട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പോലെ കോളംസ് വരയ്ക്കുക. പിന്നെ പ്ലിന്ത് ബീം കോളം ഡീറ്റെയിൽ, ഇത് BC ലേഔട്ട് ഒക്കെ വരയ്ക്കുന്നത് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ഈ ഒരു പ്ലിന്ത് ബീമിന്റെ ലെയർ ഓൺ ചെയ്യുക. ലെയർ ഓൺ ചെയ്ത ശേഷം നമ്മൾ വരച്ചാൽ മതി. ഓക്കെ, കോളംസ് ഇതിൽ പ്ലിന്ത് ബീം ലേഔട്ടിൽ നമ്മൾ കോളംസ് പ്ലേസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ ബീം കോളം ലേഔട്ട് ആണ്. ഇതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള പോലെ ഔട്ടർ ബീംസ് എല്ലാം നമ്മൾ ഔട്ടർ ബീം ആയിട്ടാണ് വരയ്ക്കുക. പിന്നെ ഇന്നർ ബീംസ് ഉണ്ട്, അത് ഇന്നർ ബീം എന്ന് പറയുന്ന ലെയർ ഓൺ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുക. ഇപ്പം ഈ കാണിച്ച പോലെ തന്നെ ലെയർ എടുക്കുക, വരയ്ക്കുക. പിന്നെ ഇന്നർ സി ബീംസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ബീംസ്, ഈ ഡിസ്ക് അങ്ങനത്തെ ബീംസ് നമ്മൾ ഇന്നർ സി ബീം ആയിട്ട് വരയ്ക്കുക. ഔട്ടർ സി ബീം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഔട്ടർ ബീംസ് ബാൽക്കണീസിലൊക്കെ നമുക്ക് ചിലപ്പോൾ ബീംസ് പാസ് ചെയ്യുന്നുണ്ടാവും. വാൾ ഉണ്ടാവില്ല, ബീം മാത്രം പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് അത് ഔട്ടർ ബീം ആയിട്ട് കൊടുക്കുക. ഇന്നർ പോർഷനിൽ അങ്ങനെ വരുന്ന ബീംസ് അല്ലെങ്കിൽ രണ്ട് വാളിന്റെ മിഡിലിൽ കൂടെ പാസ് ചെയ്യുന്ന ബീംസ്, നമുക്ക് കാണാൻ പറ്റുന്ന ബീംസ്, കൺസീൽഡ് അല്ലാത്ത ബീംസ് ഒക്കെ ഇന്നർ ബീംസ് ആയിട്ട് നമ്മൾ സി ബീം എന്ന ലെയർ ഓൺ ചെയ്തിട്ട് വരയ്ക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഹെഡ് റൂമിൽ നമ്മൾ ഈ ഒരു പോർഷൻ, അതായത് ലൈക്ക് നമ്മുടെ ഈ ഒരു സ്റ്റെയർ വരുന്ന പോർഷൻ, അത് ഹെഡ് റൂം ആയിട്ട് നമ്മൾ ഇവിടെ വരയ്ക്കാറാണ് ചെയ്യുന്നത്. അതിൽ വരുന്ന CAD യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ മറ്റേൽ കൊടുത്ത പോലെ തന്നെ, ആർക്കിൽ കൊടുത്ത പോലെ തന്നെ ഇന്നർ പ്ലാസ്റ്ററിംഗ് ലൈൻ ഉണ്ടാവും. വാൾ ലെയർ, യൂഷ്വലി വാൾ ലെയർ ഉണ്ടാവും. ഔട്ടർ പ്ലാസ്റ്ററിംഗ് ലൈൻ ഉണ്ടാവും. പിന്നെ സ്ലാബ് കൊടുക്കുക. ഔട്ടർ പ്ലാസ്റ്ററിംഗ് ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇവിടെ എവിടെയൊക്കെ ഡിഡക്ഷൻ കൊടുത്തിട്ടുണ്ടോ
അവിടെയൊക്കെ ഡിഡക്ഷൻ കൊടുക്കുക. ഇപ്പൊ ഈ കേസിൽ ക്ലയന്റ് പറഞ്ഞിട്ടുണ്ട് ഡിഡക്ഷൻ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഡിഡക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 സൈഡാണ് ഡിഡക്ഷൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡ് ഹെഡ് റൂമിലും ആ ഡിഡക്ഷൻ പ്ലാസ്റ്ററിങ് വേണ്ടാന്നുണ്ടെങ്കിൽ കാണിക്കാനായിട്ട് മറക്കാണ്ടിരിക്കുക. അപ്പൊ ആ പ്ലാസ്റ്ററിങ് ഡിഡക്ഷൻ കാണിക്കുക. ഔട്ടർ പ്ലാസ്റ്ററിംഗ് ലൈൻ ഡിഡക്ഷൻ, പിന്നെ സ്ലാബ് കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ പാരപ്പറ്റ് ആണ്. പാരപ്പറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. അപ്പോൾ ഈ ഹെഡ് റൂമിന്റെ പോർഷൻ, കാരണം പാരപ്പറ്റ് വാൾ നമുക്ക് അറിയാറ്, നമ്മൾ നമ്മുടെ ടെറസിൽ പോകുമ്പോൾ കാണുന്ന ആ ഒരു 75-80 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള വാൾസിനെയാണ് നമ്മൾ പാരപ്പറ്റ് വാൾസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു പോർഷൻ നമുക്ക് റൂം ഉള്ളത് കൊണ്ട് തന്നെ ആ അത്രയും പോർഷനിൽ നമുക്ക് പാരപ്പറ്റ് വരുന്നില്ല, ഫുൾ ഹൈറ്റിൽ നമുക്ക് റൂമാണ്. അപ്പൊ റിമൈനിങ് പോർഷനിൽ നമ്മൾ പാരപ്പറ്റ് ലെയർ ഓൺ ചെയ്യുക, എന്നിട്ട് പാരപ്പറ്റ് വരയ്ക്കുക. ഓക്കെ, ജസ്റ്റ് പാരപ്പറ്റ് ലെയർ ഓൺ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ പോളിലൈൻ എടുത്തിട്ട് പാരപ്പറ്റ് വരയ്ക്കുക. ഇവിടെ ഈ ഒരു ഡിഫറൻസ് വന്ന എന്താന്ന് ഞാൻ ഇപ്പൊ പറയാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് വരച്ചാൽ മതിയാവും പാരപ്പറ്റ്. ഇവിടെ നമുക്ക് ഓപ്പൺ ടു സ്കൈ ആണ്. അപ്പൊ ഓപ്പൺ ടു സ്കൈ ആകുമ്പം അത്രയും പോർഷനിൽ പാരപ്പറ്റ് വരുന്നില്ല, പാരപ്പറ്റ് വാൾസ് ഇല്ല. അപ്പം ആ പോർഷൻ ഡിഡക്ട് ചെയ്തത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഇതായിട്ട് കൊടുത്തേക്കുന്നത്. അതായത് ആ പോർഷനിൽ നമുക്ക് പാരപ്പറ്റ് വാൾസ് വരുന്നില്ല. അത് കാണിക്കാനാണ് ഇവിടെ ഈ ഒരു ഡിഫറൻസിയേഷൻ ആയിട്ട് ഈ ഒരു ഡിഡക്ഷൻ പോലെ ഇത്രയും പോർഷനിൽ നമ്മൾ പാരപ്പറ്റ് വാൾ കാണിക്കാത്തത്. പിന്നെ നമുക്ക് ഓപ്പൺ ടെറസ് ആണ്. അപ്പൊ നമുക്ക് വാട്ടർ പ്രൂഫിംഗ് നമുക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് ടെറസ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെയർ നമുക്കുണ്ട്. ആ ലെയർ ഓൺ ചെയ്തിട്ട് ടെറസ് വാട്ടർ പ്രൂഫിംഗ് കൊടുക്കാം. അതായത് എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുന്ന ടെറസ് ഏരിയ, ഇത് വരില്ല, റൂംസ് വരില്ല. ഒബ്വിയസ്ലി റൂംസ് നമുക്ക് വരില്ല. അല്ലാണ്ട് നമുക്ക് ടെറസ് പോർഷൻ എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കില്ലേ, അവിടെ നമ്മൾ ഈ ടെറസ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഒരു ലെയർ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ആ ലെയർ ഓൺ ചെയ്യുക, പോളിലൈൻ എടുത്തിട്ട് ഇത് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് എവിടെയൊക്കെ ടെറസ് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് കൊടുക്കാം. ചിലപ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിൽ ആർക്കിടെക്ചറൽ പ്ലാനിൽ തന്നെ ഇപ്പം ഓപ്പൺ ബാൽക്കണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണേലും അവിടെയും കൊടുക്കാം വാട്ടർ പ്രൂഫിംഗ് ആയിട്ട്. അപ്പം ഇതാണ് CAD യൂട്ടിലിറ്റീസ്, ഈ ഹെഡ് റൂമിൽ മെയിൻലി വരുന്ന CAD യൂട്ടിലിറ്റീസ്. പിന്നെ കോളംസ് ഒക്കെ പ്ലേസ് ചെയ്യുക, ഡോഴ്സും വിൻഡോസും ഒക്കെ പ്ലേസ് ചെയ്യുക. പിന്നെ ഉള്ളത് ഈ ജോയിനറീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ആർക്കിടെക്ചറിൽ എന്ത് നൊട്ടേഷൻ ആണോ കൊടുക്കുന്നത് അതേ CAD നൊട്ടേഷൻ തന്നെ നമ്മുടെ ജോയിനറീസിലും വരിക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ D1ന്റെ സൈസ് 91.44 ആണെങ്കിൽ ഇവിടെയും സെയിം തന്നെ ആയിരിക്കണം. നൊട്ടേഷന്റെ പേര് സെയിം തന്നെ ആയിരിക്കണം. D1 ആണെങ്കിൽ ടേബിളിൽ D1 ആണെങ്കിൽ ഡ്രോയിങ്ങിലും D1 തന്നെ കൊടുക്കുക. അതുപോലെ എന്തൊക്കെ CAD നൊട്ടേഷൻ ഉണ്ടോ അത് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. ടോയ്ലറ്റിൽ വരുമ്പോൾ നോർമൽ ഡോർ അല്ല TD, ടോയ്ലറ്റ് ഡോർ TD എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കുക. കിച്ചൺ വിൻഡോയ്ക്ക് ആണെങ്കിൽ നമ്മൾ നോർമൽ വിൻഡോ W അല്ല KW, കിച്ചൺ വിൻഡോ എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കേണ്ടി വരും. ഓക്കെ, വെന്റിലേറ്റേഴ്സ് ഉണ്ടെങ്കിൽ വെന്റിലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണ്ടതായിട്ടുണ്ടോ? ഓക്കെ ആണോ എല്ലാവർക്കും? നിങ്ങൾക്ക് അസൈൻമെന്റ് തന്നിട്ടുള്ള എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ ഫോളോ ചെയ്യുക. CAD യൂട്ടിലിറ്റീസ് വരച്ചിട്ട് ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള CAD യൂട്ടിലിറ്റീസ്. പിന്നെ നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച് മാറി വരാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബ്രീഫ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത CAD യൂട്ടിലിറ്റീസ് എങ്ങനെ വരയ്ക്കണം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ? ആ മിസ്സേ.